നമുക്ക് പെട്ടെന്ന് ഇച്ചിരി സ്റ്റൂ ഒക്കെ കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ എന്നാ ചെയ്യും? ഉള്ള സാധനം വെച്ചങ്ങ് ചെയ്യുന്നു കേട്ടോ. അപ്പം പാൻ ചൂടായി നമ്മൾ ഇത്തിരി എണ്ണ ഒഴിച്ച് ആ പതിവ് പോലെ നമ്മൾ ഇച്ചിരി വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കുന്നു. ബാക്കി ഇഞ്ചി, പച്ചമുളക്, സവാള, ഒരു നുള്ളു കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു കൂട്ടി വെച്ച പച്ചക്കറി, നല്ല കളർഫുള്ളായിട്ടുള്ള പച്ചക്കറികൾ ഇടുക. അതായത് കളർഫുള്ളൊന്നും ഒരുപാടൊന്നുമില്ല കേട്ടോ. നമ്മുടെ കിഴങ്ങും ബീറ്റ്റൂട്ടും മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് വഴറ്റുക. അത് കഴിഞ്ഞ് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇടുക. ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെച്ചേക്കുന്ന കേട്ടോ. ആ ബീഫ് ഇടുക. അത് കഴിഞ്ഞ് പിന്നെ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ്, ഇപ്പോൾ ഫ്രഷ് പീസ് വേണമെങ്കിൽ അതിടാം. അതില്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറിൻ്റെ അകത്തിട്ട് വേവിച്ച് വെച്ചേക്കുന്ന ബീഫാട്ടോ. അത് കഴിഞ്ഞ് ആ കൂടെ ആവശ്യത്തിന് ഉപ്പിടുക, നന്നായിട്ട് വഴറ്റുക. ചൂടോടുകൂടി തന്നെ വേവിച്ച് വെച്ചാണ്ട് അതിന് ഇറച്ചിക്കും ഗ്രീൻ പീസിനല്ലേ വേവ്, അതുകൊണ്ട് നേരത്തെ വേവിച്ച് വെച്ചു കേട്ടോ. നന്നായിട്ട് കുഴയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങാപ്പാൽ കുറച്ച് ആഡ് ചെയ്ത് അതിനെ ഒന്ന് വേകാൻ അനുവദിക്കുക. അതായത് ക്യാരറ്റും കിഴങ്ങും അത് തന്നെ, ഇത് രണ്ടെണ്ണം വേകാനായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുക. അത് കഴിഞ്ഞ് പിന്നെ നന്നായിട്ട് മൂടി വെച്ച് അത് പറ്റിച്ചെടുക്കുക. മനസ്സിലായി? പറ്റിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഒന്നാം പാലൊഴിച്ച്, രണ്ടും ഒന്നാം പാലിൻ്റെ ഭാഗം തന്നെയായിരുന്നു കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നീട്ടിയതേ ഉള്ളൂ. അപ്പോൾ അതങ്ങ് ഒഴിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് കൊഴുപ്പിനനുസരിച്ച് എടുക്കുക കേട്ടോ. കാരണം ഇത് ചൂടോടുകൂടി ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പം കിഴങ്ങും എല്ലാം കൂടെ ആകുമ്പം അത് ചെറിയ കുറുകലായിട്ട് വരും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. നൂൽപുട്ടോ പാലപ്പോ കള്ളപ്പോ എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കള്ളപ്പം കുഴപ്പമൊക്കെ ഇല്ല, എല്ലാത്തിൻ്റെയും കൂടി തോടുന്നു കേട്ടോ. പണ്ട് കല്യാണത്തിനൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത്. എൻ്റെ കയ്യിൽ 2 ബ്രെഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 4-5 കഷ്ണം ബ്രെഡും എടുത്തു, സ്റ്റൂ എടുത്തു. നല്ല അടിപൊളിയായിട്ട് കഴിക്കാമെന്ന് കരുതി കേട്ടോ. ചുമ്മാ രസം. പണിത് എന്തെങ്കിലുമൊക്കെ മടുത്തിരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നത് കേട്ടോ. അപ്പം ചക്ക മാങ്ങയുടെ സീസൺ ആയതുകൊണ്ടാണ് നല്ല തിരക്കും പിന്നെ മെഴുകുതിരിയുടെ പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ ഇച്ചിരി തിരക്കിലാട്ടോ. അപ്പം മടുത്ത് കഴിയുമ്പോൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. അതിനു വേണ്ടിയാണ് ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പം നല്ല അടിപൊളി സ്റ്റൂവ്. അതായത് ഞാൻ അതിൻ്റെ അകത്ത് ഇടുന്ന കറിവേപ്പില ഇലകളും പള്ളയും പുല്ലും ഒന്നും കളയത്തില്ല കേട്ടോ. തീർത്ത് കളയും. അത് തീർത്ത് കഴിക്കും ഞാൻ. അതിൻ്റെ അകത്തെ വല്ല എല്ലോ മുള്ളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കറികളിൽ എടുത്ത് കളയുള്ളൂ. മുള്ളാണേലും പരമാവധി ചവയ്ക്കാനുള്ളത് ചവച്ചിറക്കും കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് മസാലയൊന്നും ആവശ്യമില്ലാത്തൊന്നും ചേർത്തിട്ടില്ല. വെളുത്തുള്ളിയുടെ ടേസ്റ്റേ വരുന്നുള്ളൂ കേട്ടോ. ഈ അടുത്ത നാളിലായിട്ട് ഞാൻ മസാലേനെ ഒരുപാട് കുറ്റം പറയുന്നുണ്ടല്ലേ. മസാല അങ്ങനെ നമ്മുടെ ശരീരത്തിൽ അത്ര നല്ലതല്ല കേട്ടോ. നമുക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ വരും. അപ്പം അതുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കുക. എന്നിട്ട് അതിൻ്റെ സ്വാഭാവികമായ ടേസ്റ്റിൽ നമ്മൾ കഴിക്കുക കേട്ടോ. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.